ഹലോ ഫ്രണ്ട്സ്, മെക്കേഡിയന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ നമ്മളെ വീഡിയോ തൊട്ട് നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഡ്രോയിങ്സ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞതിനേക്കാൾ കുറച്ചും കൂടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നമുക്ക് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താ? ഇപ്പോഴും ഞാൻ വീഡിയോയിൽ തുടങ്ങുമ്പോൾ പറയുന്ന പോലെ തന്നെ യൂണിറ്റ്സ് ഒന്ന് സെറ്റ് ചെയ്തേക്കാം. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നമുക്കറിയാം ഡെസിമലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നമ്മൾ ഓർത്തോ മോഡും ഓൺ ചെയ്ത് വെച്ചേക്കാം. കാരണം ഇതെല്ലാം 90 ഡിഗ്രിയിലായതുകൊണ്ട് ഈസി ആയിട്ട് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് തുടങ്ങാം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ താഴെയുള്ള ഒരു 60 mm ഒരു ലൈനാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത്. 60 mm ലൈൻ ആദ്യം വരച്ചു. അതിനുശേഷം 2 mm ഹൈറ്റ്, ഒരു 2 mm, 4 mm, ഓക്കെ. ഇത്രയുള്ള ഡ്രോയിങ് അല്ലേ? ഇപ്പോ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും അല്ല, എന്നാലും ചെറുതായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡയമെൻഷൻ ടൂൾ എടുക്കുകയാണ്. ഡയമെൻഷൻസ് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. നമ്മള് ആദ്യത്തെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മെഷർമെന്റും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, നമുക്ക് അടുത്ത ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആദ്യം നമ്മളൊരു 28 ഒരു ലൈൻ വരയ്ക്കണം. അതിനുശേഷം ഒരു 5 അതിനുശേഷം 20 20 12 4 2 3 4
നമ്മൾ ആദ്യം ഇത്രയും പാർട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. നമ്മൾ താഴത്തെ ഈ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഇതൊന്ന് മിറർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്രയും പാർട്ടാണ് നമ്മൾ മിറർ ചെയ്യാൻ പോകുന്നത്. ഈ രണ്ട് ലൈന് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് കറക്റ്റ് 14 എണ്ണം കറക്റ്റ് 14. ഓക്കെ, എന്നിട്ട് ഇത് നമുക്കൊന്ന് മിറർ ചെയ്തേക്കാം. നമ്മൾ കറക്റ്റായിട്ട് അത് മിറർ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു താഴത്തെ പോർഷൻ മാത്രം വരച്ചത് ആദ്യം. അതിനുശേഷം കറക്റ്റായിട്ട് നമ്മളത് മിറർ ചെയ്തു. മിറർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഡിസ്റ്റൻസും കാര്യങ്ങളെല്ലാം കിട്ടി. ഓക്കെ, ഇത് വന്നിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു മിററിങ് അല്ല. ഓക്കെ, നമ്മൾ ജസ്റ്റ് ബേസിക് ആയിട്ട് പഠിക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ. നമ്മൾ ശരിക്കും മിററിങ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഡീവിയേഷൻസ് കാര്യങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ നമുക്ക് ഈ ടൂൾസ് എല്ലാം ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒരു മിറർ ടൂൾ യൂസ് ചെയ്ത് നമ്മളൊന്ന് ചെയ്ത് നോക്കിയത്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് വരയ്ക്കാം. സോ ഇതിന്റെ മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് എടുത്തേക്കാം. അപ്പൊ നമ്മള് രണ്ടാമത്തെ ഡ്രോയിങ്ങും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെയാണ് വരച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഞാൻ അതിനനുസരിച്ച് എന്തെങ്കിലും കറക്ഷനും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന്. ഇതിപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് ആദ്യം നമ്മൾ ചെയ്തത് എന്താ, താഴത്തെ പോർഷൻ മാത്രം വരച്ചു. കറക്റ്റ് ആയിട്ട് ഇതിനെ വന്നിട്ട് 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഇത് മിററിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് മിറർ ചെയ്ത് നമ്മൾ വരച്ചു. ഇത് ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 20 mm ഒരു ബേസ് ലൈനാണ് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കാൻ പോകുന്നത്. വരച്ച ശേഷം 2 ഹൈറ്റ് നമ്മൾ കൊടുക്കാം. 10 mm ഈച്ച്, 2 സൈഡിലേക്കും 10 mm വെച്ച് നമുക്ക് കൊടുക്കാം. കൊടുത്ത ശേഷം നമുക്ക് 2 ലെങ്ത് തന്നിട്ടുണ്ട്, വിത്തിന് ആംഗിൾ തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ഒരു ലെങ്ത് നമുക്കൊന്ന് വരച്ചേക്കാം. ഓക്കെ, ഒരു 20 mm ലെങ്ത് ആണ് ഞാൻ കൊടുക്കുന്നത്. കാരണം നമുക്ക് വേണമെങ്കിൽ എക്സിന്റെ ലൈൻ വന്നിട്ട് ട്രിം ചെയ്ത് കളയാം. ഓക്കെ, പിന്നെ നമുക്ക് ആംഗിൾ വന്നിട്ട് 145 കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനുശേഷം ഇവിടെ ഒരു 20 mm ലെങ്ത് കൊടുത്തു, 35 mm ആംഗിൾ കൊടുത്തു. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം നമ്മളെ ആംഗിൾ കറക്റ്റ് ആവണോ എന്നത്. 125 കറക്റ്റ് ആണ്. ഓക്കെ, ഇവിടെ 110 കറക്റ്റ് ആണ്. ഓബ്വിയസ് ആയിട്ട് നമ്മൾ ഈ ഒരു ആംഗിൾ കറക്റ്റ് ആയിരിക്കും 125. അപ്പൊ നമുക്ക് ഇനി എക്സ്റ്റൻഷൻ ലൈൻ ആയിട്ടുള്ളത് നമുക്ക് ജസ്റ്റ് ട്രിം ചെയ്ത് കളയാം. ഇത് നമുക്ക് നമ്മുടെ ഡയമെൻഷൻസ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെയും 10 mm ആണ്. നമ്മൾ മൂന്നാമത്തെ ഡ്രോയിങ്ങും കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് വരച്ച ഈ ഒരു 3 ഡ്രോയിങ് ആണ്. ഇതിനകത്ത് നമ്മൾ 2 ഡിഫറെന്റ് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്തത്. ഒന്ന് വന്നിട്ട് നമ്മൾ രണ്ടാമത്തെ ഡ്രോയിങ്ങിൽ നമ്മൾ മിറർ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ മിറർ ചെയ്യാൻ പഠിച്ചു. മൂന്നാമത്തെ ഡ്രോയിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ലൈൻ ആംഗിൾ കൊടുത്ത് എങ്ങനെയാണ് ലൈൻസ് വരയ്ക്കേണ്ടതെന്നും നമ്മളിപ്പോ നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വരും വീഡിയോകളിൽ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഓരോ ഡിസൈൻസ് നമുക്ക് വരച്ച് പഠിക്കാം. അതേപോലെ ഓരോ ടൂൾസുകൾ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ഒന്നും കൂടെ നോക്കാം. അപ്പൊ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലെ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണാം.